ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ തട്ടിപ്പുകളുടെ കഥയാണ് നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്സപ്പ് തന്നെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ചില ഭാഗങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, ചില സെറ്റിംഗ്സുകളിൽ കയറി കഴിഞ്ഞ് ഇന്ന ഓപ്ഷൻസ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സുരക്ഷിതമായിട്ട് വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാൻ ഈ വീഡിയോ ഇതിന്റെ മുൻപ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് സെറ്റിംഗ്സ് പറയുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് എനേബിൾ ചെയ്ത് വെക്കണം, ഓൺ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തു വെക്കാത്ത ആളുകൾക്ക് പലപ്പോഴും പല മിസ്റ്റേക്കുകളും പറ്റിയിട്ട്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ രണ്ടാമത് ഞാൻ ചെയ്യുന്നത്. മാത്രമല്ല അതിലൊരു മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഞാൻ ഇവിടെ പരിചയപ്പെടുന്നു. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അബീസ് വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ അറിയിക്കുക. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന 3 ഓപ്ഷൻസ് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അത് എന്തുകൊണ്ടാണ് എനേബിൾ ചെയ്ത് വെക്കണം എന്ന് പറയാനുള്ളതും, അതുപോലെ തന്നെ ചിലത് എനേബിൾ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് എന്താകണം മിസ്റ്റേക്കുകൾ വരുന്നതെന്നുള്ളതും ഞാൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കാം. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിരവധി ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഈ പറഞ്ഞിരിക്കുന്ന ഐക്കണുകളിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സോഷ്യൽ മീഡിയ ഐക്കണിൽ വരുന്ന നമ്മുടെ വാട്സപ്പ് ആണ്. ഈ വാട്സപ്പ് ആണ് നമുക്ക് മുട്ടൻ പണി തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ന്യൂസ് ചാനൽസുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, വളരെയധികം പണി നമുക്ക് വാട്സപ്പ് വഴി കിട്ടുന്നുണ്ട്. അപ്പൊ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സെറ്റിംഗ്സുകൾ ഉണ്ട്. അത് നമ്മൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പകുതിയോളം നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടില്ല, ഈ ഒരു പ്രൊഫൈലിലൊക്കെ വന്നിരിക്കുന്ന ഒരു ലിങ്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ലിങ്കുകളൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ സെറ്റിംഗ്സ് ഒന്ന് നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ഉണ്ടല്ലോ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കി നോക്കുക, ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ടാണോ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ പ്രൈവസിയിൽ നമുക്ക് കുറച്ച് പ്രൈവസി പരമായിട്ട് കാര്യങ്ങൾ മാത്രമല്ല, സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഈ അഡ്വാൻസിന്റെ തൊട്ട് താഴെ പ്രൈവസി ചെക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് കാണുക. ഇവിടെ നമുക്ക് ഈ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ഈ അഡ്വാൻസ്ഡില് എന്തൊക്കെ കാണുന്നുണ്ട്, 3 ഓപ്ഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്തു വെക്കുക. ഇത് എന്താണ് കാര്യം എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ കൂടി ശ്രദ്ധിക്കുക. അതായത് ഈ 3 കാര്യങ്ങൾ, അതായത് ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് ഇവിടെ പറയുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഫോണിനെ, നമ്മുടെ വാട്സപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അൺനോൺ ആയിട്ടുള്ള നമ്പേഴ്സിൽ നിന്ന് വരുന്ന കോൾസുകൾ, മെസ്സേജുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജ് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, എനേബിൾ ചെയ്ത് വെക്കുക. ഈ കാര്യം എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട്സ് എന്നല്ലാതെ അനാവശ്യമായിട്ടുള്ള പല അൺനോൺ ആയിട്ടുള്ള നമ്പേഴ്സിൽ നിന്ന് മെസ്സേജുകളോ കാര്യങ്ങളോ നമ്മൾ മറ്റാർക്കെങ്കിലും അയച്ചു കഴിഞ്ഞത് വെച്ചിട്ട് അവർ ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് അയക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളും വരുന്നതൊക്കെ നമുക്ക് അതിൽ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് വരുന്നതാണ് പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ് എന്ന് പറയുന്നത്. നമ്മൾ കോളുകൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കോളിന്റെ ആ ഒരു IP അഡ്രസ് വെച്ചുകൊണ്ട് നമ്മുടെ പല സ്കാമിലേക്കും നമ്മളെ പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു IP അഡ്രസ് വഴി നമുക്ക് നമ്മളെ ഹാക്കേഴ്സിന് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ IP അഡ്രസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എനേബിൾ ചെയ്ത് വെക്കാൻ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ടൈറ്റിൽ തന്നെ പറയുന്നത് പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. മൂന്നാമതായിട്ട് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ. ഇത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ആണ്, ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ. ഇതിന്റെ ഒരു കാര്യമുണ്ട്, ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന IP അഡ്രസ് വഴി നമുക്ക് പല വെബ്സൈറ്റ്, തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് പല വിധത്തിലുള്ള പരസ്യങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതുവഴി നമ്മുടെ ഡാറ്റകളോ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുവന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമുക്ക് സാധാരണ നമ്മുടെ ഒരു ഫ്രണ്ട്സിനൊക്കെ നമ്മൾ സാധാരണ ഒരു യൂട്യൂബിലൊക്കെ ഒരു ലിങ്ക്, ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലിങ്ക് അയക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ തംബ്നെയിൽ കൂടി വരും അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതേപോലെ ലിങ്ക് മാത്രമേ പോവുള്ളൂ, അതിന്റെ കൂടെ ആ പ്രിവ്യൂ അതായത് തംബ്നെയിൽ അതിന്റെ കൂടെ വരില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ എന്തായാലും ഞാൻ പറയുന്നത്, എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്നത്, അതായത് പ്രൈവസിയിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അഡ്വാൻസ് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഈ 3 ഓപ്ഷൻസും എനേബിൾ ചെയ്ത് വെക്കുക.